ഹരി ഓം. 52ാമത്തെ സ്തുതി ശ്രീകൃഷ്ണ ജന്മ ദേവകി സ്തുതി. ഇത് ഭാഗവതത്തിൽ 10ാം സ്കന്ധം 3ാം അധ്യായം 24 മുതൽ 31 വരെ ശ്ലോകങ്ങൾ. മഹാപുരുഷ ലക്ഷണനായ ഭഗവാന്റെ അസാധാരണ ചിഹ്നങ്ങളോടുകൂടിയ പുത്രനെ കണ്ട് ദേവകി കംസനിൽ നിന്ന് ഭയപ്പെട്ടവളാണെങ്കിലും സന്തോഷം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. സ്തുതി കേൾക്കാം. ദേവക്യുവാച രൂപം യത്തത്പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരദ്യാത്മദീപഃ നഷ്ടേ ലോകേ ദ്വിപരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്താവ്യക്തം കാലവേഗേന യാതേ ഭവാനേകഃ ശിഷ്യതേ ശേഷസംജ്ഞഃ യോയം കാലസ്തസ്യ തേ അവ്യക്തബന്ധു ചേഷ്ടാമാഹുശ്ചേഷ്ടതേ യേന വിശ്വം നിമേഷാദിർവത്സരാന്തോ മഹീയാം സ്തം ത്വേഷാനം ക്ഷേമധാമപ്രപദ്യേ മർത്യോ മൃത്യുവ്യാളഭീതഃ പലായൻ ലോകാൻ സർവാൻ നിർഭയം നാദ്യ ഗച്ഛത് ത്വത്പാദാബ്ജം പ്രാപ്യ യദൃച്ഛയാദ്യ സ്വസ്തശ്ചേതേ മൃത്യുരസ്മാദപൈതി സത്വം ഘോരാദുഗ്രസേനാത്മജാൻ സ്ത്രാഹിസ്ത്രസ്താൻ ഭൃത്യവിത്രാസഹാസി രൂപം ചേദം പൗരുഷം ധ്യാനധിഷ്ണ്യം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ടാഃ ജന്മതേ മയ്യസോ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്വിജേ ഭവദ്ദേതോ കംസാദഹമധീരധീഃ ഉപസംഹാര വിശ്വാത്മന്നദോ രൂപമലൗകികം ശംഖചക്രഗതാ പത്മശ്രിയാജുഷ്ടം ചതുർഭുജം വിശ്വം യദേതസ്വതനോ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവാൻ വിഭർത്തി സോയം മമ ഗർഭഗോ ഭൂത് അഹോ നൃലോകസ്യ വിഡംബനം ഹി തത്. അവ്യക്തവും സർവവ്യാപകവും സ്വയം പ്രകാശവും നിർഗുണവും നിർവികാരവുമായ യാതൊരു വസ്തുവിനെ പറ്റി വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അധ്യാത്മദീപമായ ആ സാക്ഷാൽ മഹാവിഷ്ണു അങ്ങ് തന്നെയാകുന്നു. 2 പരാർദ്ധകാലം കഴിയുമ്പോൾ ലോകങ്ങളെല്ലാം നശിക്കുകയും ആകാശാദി മഹാഭൂതങ്ങൾ സൂക്ഷ്മഭൂതത്തെ പ്രാപിക്കുകയും ആ സൂക്ഷ്മഭൂതങ്ങളും കാലവേഗത്താൽ അവ്യക്തത്തെ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങ് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തുവാനുള്ള കൽപ്പന മായക്ക് കൊടുത്ത് അവശേഷിക്കുന്നു. ഏതൊരു കാലശക്തി കൊണ്ട് വിശ്വമിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ആ നിമിഷം മുതൽ സംവത്സര പര്യന്തം പ്രകൃതി നിയന്താവായ അങ്ങയെ ഒരു ചേഷ്ടാവിശേഷമായി മഹാത്മാക്കൾ കരുതുന്നു. അങ്ങനെയുള്ള കാലനിയന്താവായ അങ്ങയെ അഭയസ്ഥാനമായി ഞാൻ ശരണം പ്രാപിക്കുന്നു. മനുഷ്യൻ മരണമാകുന്ന സർപ്പത്തിൽ നിന്ന് ഭയന്ന് സർവ്വലോകങ്ങളിലും ഓടി നോക്കിയിട്ടും നിർഭയമായ ഒരു സ്ഥാനം കണ്ടെത്തിയില്ല. എന്തോ ഭാഗ്യാതിശയത്താൽ അങ്ങയുടെ പാദപത്മം പ്രാപിച്ച് ആനന്ദഭരിതനായി കിടക്കുന്നു. മൃത്യു ഇപ്പോൾ ഈ ഭാഗ്യവാനെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നു. ആ അങ്ങ് ഘോരനായ കംസനിൽ നിന്ന് ഭയന്ന ഞങ്ങളെ രക്ഷിക്കുക. അങ്ങ് പാദാശ്രിതന്മാരുടെ ഭയം നശിപ്പിക്കുന്നവനാണല്ലോ. സർവേശ്വര, ഈ വൈഷ്ണവരൂപം മറ്റുള്ളവരെ കാണിക്കാതിരിക്കണം. മധുസൂദന, ഈ പാപി എന്നിലുള്ള അങ്ങയുടെ അവതാരം അറിയാതിരിക്കട്ടെ. ധൈര്യമില്ലാത്ത ഞാൻ അങ്ങു നിമിത്തം കംസനിൽ നിന്ന് ഭയപ്പെടുന്നു. വിശ്വാത്മൻ,
ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവയാൽ ശോഭിക്കുന്നതും 4 കൈകളുള്ളതും ദിവ്യവുമായ ഈ സ്വരൂപം ഉപസംഹരിച്ചാലും പരമപുരുഷനായ അങ്ങ് പ്രളയകാലത്ത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തൻ്റെ ദേഹത്തിൽ ഒട്ടും വിഷമം കൂടാതെ ധരിക്കുന്നു. ആ ഭഗവാൻ എൻ്റെ ഗർഭത്തിൽ വന്ന് അവതരിച്ചുവെന്നത് ലോകത്തെ മോഹിപ്പിക്കുന്ന ഒരു ലീല മാത്രമാകുന്നു. ഭഗവാൻ പറഞ്ഞു, പൂർവജന്മത്തിൽ അമ്മ തന്നെയായിരുന്നു പ്രശ്നി എന്ന പേരിൽ അറിയപ്പെട്ടത്. അന്ന് ഭവതിയുടെ പതി പരിശുദ്ധനായ ഈ വസുദേവൻ തന്നെയായിരുന്ന സുതപസ് എന്ന പ്രജാപതി. പ്രജാസൃഷ്ടിക്കായി നിങ്ങൾ തപസ്സു ചെയ്തു. എന്നോട് സമനായ ഒരു പുത്രൻ വേണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചു. നിങ്ങൾ മോക്ഷം മോഹിച്ചില്ല. അന്ന് ഞാൻ സുപ്രസിദ്ധനായ ഒരു പുത്രനായി ആവിർഭവിച്ചു. നിങ്ങൾ വീണ്ടും കശ്യപ പ്രജാപതി, അതിഥി എന്നിവരായി ജനിച്ചപ്പോൾ വാമനനായി നിങ്ങളുടെ പുത്രനായി അവതരിച്ചതും ഞാൻ തന്നെ. 3-ാം പ്രാവശ്യം ഇന്നും ആ ശരീരത്തോടെ നിങ്ങളുടെ പുത്രനായി വന്നിരിക്കുന്നു. എന്നെ തിരിച്ചറിയുന്നതിനു വേണ്ടി പൂർവജന്മ സ്മൃതിക്കായിട്ടാണ് ഈ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. കേവലം മനുഷ്യരൂപ ദർശനത്താൽ നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച ജ്ഞാനം ഉണ്ടാവുകയില്ല. നിങ്ങൾ എന്നെ പുത്രനായി യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതിം പരാ. പുത്രനെന്ന നിലയിലും ബ്രഹ്മഭാവത്തിലും നിത്യവും എന്നെ തന്നെ ചിന്തിച്ച് സർവോത്കൃഷ്ടമായ എൻ്റെ ഗതിയെ തന്നെ പ്രാപിക്കും. കംസനെ ഭയമുണ്ടെങ്കിൽ എന്നെ എടുത്ത് ഗോകുലത്തിൽ യശോദയുടെ അരികിൽ കിടത്തി എൻ്റെ യോഗമായയെ ഭവാൻ എടുത്തുകൊണ്ടുപോരിക. ഭഗവാൻ ഇത്രയും പറഞ്ഞ് പ്രാകൃത ശിശുരൂപം ധരിച്ച് കിടന്നു. ഭഗവാന്റെ ഉപദേശമനുസരിച്ച് വസുദേവർ കുട്ടിയെ എടുത്ത് ഗോകുലത്തിലേക്ക് നടന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.